മെയ്ദിനെ ആ ചെറിയ സ്പാനർ പൂഷണേ. ഇന്നലത്തെ കോടതി ഉത്തരവിലൂടെ നടിക്ക് നീതി കിട്ടിയെന്ന് കരുതുന്നു. കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല. ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയല്ല എന്നല്ലേ? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപവും ഒക്കെ ഉണ്ടായിന്ന് വരും. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ആണ്, രൺജി പണിക്കരല്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നീതി പുലർന്നു തന്നെയാണോ നടിക്ക്? അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണോ? നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അതെ, അതുകൊണ്ട് അല്ല, അതുകൊണ്ട് അതാ പറഞ്ഞ മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം. ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം, അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. അരസികേഷു കവിത്വ നിവേദനം മമ ശിരേഷു മാലിക മാലിക എന്നാണല്ലോ എന്ന് വെച്ച എനിക്കും വലിയ പിടിയില്ല. നിങ്ങൾ എന്താ കരുതുന്നത്? അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത്? പുറത്തുനിന്ന് ആരെങ്കിലും ആണോ? ജുഡീഷ്യറി അടക്കം സംശയത്തിന് അല്ലെങ്കിൽ അവരെ അടക്കം ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അതല്ല ഉദ്ദേശം. മാധ്യമങ്ങൾ സംശയത്തിന് നേരില്ലല്ലേ ഈ കാര്യത്തില്? എന്തുകൊണ്ടല്ല? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. വെറുതെ സുരേഷനായിട്ട് മുട്ടാൻ നിൽക്കണ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഇനിയെങ്കിലും നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ?